you're lying down naked in front of 10-15 people for the first time, right? Right. So you're at a very vulnerable state. So you don't know what to do. You just zone out, and then you are in your fight, flight, freeze mode. If you don't feel like emerging out of a birth like a goddess, then there's been a problem in the birth, I would say. എന്നോട് എന്തിനാ തുണി ഉടുത്തോണ്ട് ലിവിംഗ് റൂമിലോട്ട് വരാൻ പറയുന്നത്? നമ്മുടെ വീടല്ലേ, എനിക്കിവിടെ ഇഷ്ടംപോലെ നടന്നുകൂടെ? അങ്ങനെയൊക്കെ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വി ക്യാൻ ഹെൽപ്പ് ദം. ഒത്തിരി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കിഡ്സ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രൊആക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ കുട്ടിയോടൊന്ന് പറയണം. ഒത്തിരി ടീനേജേഴ്സ് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. ഷുഡ് ഐ ലൂസ് മൈ വെർജിനിറ്റി ജസ്റ്റ് ബിക്കോസ് ഓൾ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് ആർ സെക്ഷുവലി ആക്റ്റീവ് എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. മൈ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഡസ് യുവർ ബോഡി വാണ്ട്? വാട്ട് ഡു യു വാണ്ട് റിയലി? Hello and welcome everybody to our show. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേറ്റർ, ലാക്ടേഷൻ കൗൺസിലർ, സൈക്കോളജിസ്റ്റ്, യൂട്യൂബർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എല്ലാമായ സ്വാതി ജഗദീഷ് ആണ്. ആൻഡ് സ്വാതി ജഗദീഷ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ് മായാസ് അമ്മ. So welcome to our show. Thank you so much. You know, Maya, she came into your life and I think that kind of changed everything for you. ജീവിതമേ മാറ്റിമറിച്ചത് ഒരു പക്ഷേ മായയായിരിക്കും. Tell me about this phase as a mother and how it changed your life. ബിഫോർ മായ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അമ്മയാവുമെന്നോ അമ്മയാവണമെന്നൊന്നും ആഗ്രഹിച്ച ആളല്ല. സോ എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം. എനിക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇതോ ഞാൻ എടുത്തത് സൈക്കോളജിക്കാണെങ്കിലും ഐ എം ഗുഡ് അറ്റ് ടീച്ചിങ് ഓർ എക്സ്പ്ലെയിനിങ് എ കോൺസെപ്റ്റ് ടു പീപ്പിൾ. എനിക്ക് ഇറ്റ് കംസ് നാച്ചുറലി. സോ ഐ ഓൾവേസ് വോണ്ട് ടു ഗെറ്റ് ഇൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്പേസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഞാൻ ക്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കാം എന്ന് വിചാരിച്ച ആളാണ്. ബട്ട് ആഫ്റ്റർ മായ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി എന്നെക്കുറിച്ച് തന്നെ. ലൈക്ക് യു ഓൾസോ അഗ്രി, അമ്മയായതിനു ശേഷം നമ്മളെക്കുറിച്ചാണല്ലോ കൂടുതൽ പഠിക്കുന്നത്. സോ അങ്ങനെ എന്നെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ആഫ്റ്റർ ഹെർ. പക്ഷെ അന്നും ഇന്നും ഒരേപോലെ നിന്നിരുന്നത് ഒരു ഒപ്പീനിയനേറ്റഡ് ആളാണ്. എപ്പോഴും ഇച്ചിരി റെബലിയസ് ആയിട്ട് ചിന്തിക്കുകയും എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആഫ്റ്റർ മായ എനിക്ക് ആ ക്വാളിറ്റി ഒരു മദർഹുഡിനകത്തോട്ട് എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും, ആരും പറയാത്ത കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനുള്ള ധൈര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മായാണ് വന്നത്. ആൻഡ് മായ എങ്ങനെയാണ് ഇതെല്ലാം നോക്കി കാണുന്നത്? ദാറ്റ് ദ വർക്ക് യു ഡു. കാരണം സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ ദ ലോട്ട് ഓഫ് കോൺവെർസേഷൻസ് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ, ആൻഡ് അതൊരു പബ്ലിക് ഡൊമെയിനിലുമാണ് പല കോൺവെർസേഷൻസും. അപ്പം മായ എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് സ്ഫിയറിനെ കുറിച്ച് പറയുന്നതും ആൻഡ് ഹൗ ഡസ് ഷി സീ ഹർ റോൾ ഇൻ ഇറ്റ്? ഓക്കെ, അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അവളതൊന്നും കണ്ടിട്ടുമില്ല. അവൾക്ക് ആകെ അറിയാവുന്നത് എവിടെയെങ്കിലും വെളിയിൽ പോകുമ്പം മായ സമ്മയെല്ലാം ചോദിച്ച ആളുകൾ എൻ്റെ അടുത്തോട്ട് വരും, മായ എല്ലാം ചോദിക്കും, ഹലോ ഹായ് പറയും. അത്രേ അവൾക്ക് അറിയത്തുള്ളൂ. അവൾക്ക് അതെന്താ സംഭവിക്കുന്നതെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നതും ഒന്നും അവൾ അറിയുന്നില്ല? അതൊക്കെ അറിയുന്നുണ്ട്. അത് ചോദിച്ചിട്ട് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു നല്ലൊരു പേൾ ഓഫ് വിസ്ഡം ചിലപ്പോൾ പെട്ടെന്നൊന്ന് പറഞ്ഞു തന്നിരിക്കും. നല്ല എന്തെങ്കിലും ഒരു ബൗണ്ടറിയെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം എന്താ അമ്മ ഇങ്ങനെയല്ലേ അങ്ങനെ ചോദിച്ചെന്നിരിക്കും. അപ്പോൾ ഞാൻ പറയും, ബേബി അതൊന്ന് റീലിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയൂ എന്ന് ചോദിച്ചിട്ട് അവൾക്ക് മൂഡുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ക്യാമറ വെച്ച് ചെയ്യുന്നതാണ് ഈ റീലൊക്കെ അവളുമായിട്ട്. അതും എപ്പോഴൊന്നും പറ്റുന്നില്ല. ഇപ്പം തന്നെ പോയി ഫീഡിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴോ ആണ് ലാസ്റ്റ് അവളുമായിട്ട് ചെയ്തതൊക്കെ. സോ അത് ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ അവൾ തന്നെ ഓക്കെ അമ്മ ചെയ്യാം, ചിലപ്പോൾ പറയും എനിക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ചിലപ്പോൾ പോകും. സോ ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ആ പറഞ്ഞ ആൻസർ തന്നെ ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കുന്നതാണ് ആ റീൽസ് ഒക്കെ. ഈ റീല് തുടങ്ങിയത് ആക്സിഡൻ്റലി ആണോ അതൊരു പ്ലാൻഡ് ആയിരുന്നോ? ആദ്യമായിട്ട് മോളുടെ കൂടെ റീൽ ചെയ്യുമ്പോൾ എൻ്റെ മക്കളൊന്നും വരത്തില്ല, എനിക്കറിയില്ല അവൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത്. ആദ്യത്തെ റീൽ എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? അത് സംഭവിച്ചതാണോ? അല്ല, അങ്ങനെ ഇരുന്ന് തരാറില്ല. ആൾ ഇൻട്രോവേർട്ടഡ് ആണ്, കൂടുതൽ ആംബിവേർട്ടഡ് ആണ് അവൾ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവൾ അത്ര ഓപ്പൺ അല്ല, വോക്കലല്ല. It happened, it was also planned. So പാൻഡമിക്കിൻ്റെ സമയത്ത് ഓഫ് കോഴ്സ് വി ഡിഡ്ന്റ് ഹാവ് മച്ച് ടു ഡു ലൈക്ക് എവറിബഡി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പുതിയതായിട്ട്. ആൻഡ് കുറേ ആളുകൾ പെട്ടെന്ന് അടിച്ചു കയറി വരാൻ തുടങ്ങി ഫീൽഡിലോട്ട്. എനിക്ക് അത്രയും പേരൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഫോളോവേഴ്സായിട്ട്. കാരണം ഒരു നീഷ് ടോപ്പിക്കാണ്, സെൻസിറ്റീവ് ടോപ്പിക്കാണ്, പലരെയും ട്രിഗർ ചെയ്യുന്ന ടോപ്പിക്കാണ്, എപ്പോഴും അബ്യൂസിനെ കുറിച്ചും ട്രോമയെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേജാണ്. അപ്പോൾ ആളുകൾ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ പാൻഡമിക്കിൻ്റെ സമയത്ത് ആളുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് വന്നപ്പം ഐ ഓൾസോ വാണ്ടഡ് ടു ലൈക്ക് മേക്ക് പീപ്പിൾ എൻഗേജ്ഡ്. അങ്ങനെ ഇരിക്കെ വാട്ട് ഹാപ്പൻ, ഞാൻ പേരൻസിന് സെക്സ് എഡ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പേരൻസ് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, മാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് സംസാരിക്കും. ഇപ്പോൾ കൺസെൻറ്റോ, ബൗണ്ടറീസ്, ഓട്ടോണമി, ബോഡി സേഫ്റ്റി, ഓൺലൈൻ സേഫ്റ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം കുട്ടി എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? നമ്മൾ സ്ട്രേറ്റ് ഫേസ്ഡ് ആയിട്ട് പറയണോ, നമ്മൾ കാഷ്വലായിട്ട് പറയണോ, ചിരിച്ചുകൊണ്ട് പറയണോ, കുട്ടി തിരിഞ്ഞു നോക്കുമോ, നാണിക്കുമോ? അങ്ങനെയൊക്കെ ദേ ആസ്ക്ഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് വാട്ട്സ് എ പ്രാക്ടിക്കൽ പോസിബിലിറ്റി ഓഫ് ഹാവിങ് സച്ച് എ കോൺവെർസേഷൻ. സോ ഐ ഓൾസോ വാണ്ടഡ് ടു ഷോ ദെം that this is how it happens practically. In a very casual, matter of fact വേയിലാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ആദ്യത്തെ ഒരു 3-4 റീൽസ് ചെയ്തത്. അന്നേരം 15 സെക്കൻഡ്സേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം റീൽ അവർ
ഇനിഷ്യേറ്റ് ചെയ്തപ്പം. അപ്പോൾ എങ്ങനെയാണ് ഒരു 15 സെക്കൻഡ്സിൽ എന്തോ പറയുന്നത്. അപ്പം ഒരു മെൻസ്ട്രൽ കപ്പ് കാണിച്ചിട്ട് ഇത് എന്താ ബേബി, ഇത് മെൻസ്ട്രൽ കപ്പ്, ഇത് എവിടെയാണ് വെക്കുന്നത്, ഇത് വജൈനലോട്ടാണ് വെക്കുന്നത്, അത്രേ ഉള്ള ഒരു റീല് കഴിഞ്ഞു. അപ്പോൾ ഇത് ഓൾസോ എൻഗേജ്മെൻറ്റ് എന്നുള്ള ഫാക്ടറും ഉണ്ട്. എങ്ങനെയാണ് ഒരു കോൺവെർസേഷൻ നടക്കുന്നത് എന്നുള്ളത് എനിക്കൊന്ന് പ്രാക്ടിക്കലി കാണിച്ചു കൊടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൂടിയാണ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം എനിക്കറിയാം ഈ കോൺവെർസേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം എനിക്ക് ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളാണ്. ഇപ്പം നമ്മൾ ഡിന്നർ ടേബിളിൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പല കോൺവെർസേഷൻസും വളരെ നാച്ചുറലി സംഭവിക്കുമ്പോഴാണ് ഇവർക്ക് അതൊരു ടാബു അല്ല എന്നുള്ളൊരു സ്റ്റിഗ്മ അല്ല എന്നുള്ളൊരു ബോധം വരുന്നത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഹാസ് ടു ഹാപ്പൻ ഓർഗാനിക്കലി. സ്വാതി വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനിൽ ഡിഡ് യു ഹാവ് ദോസ് കൈൻഡ് ഓഫ് കോൺവെർസേഷൻസ് ഓർഗാനിക്? I tried having these conversations with people around me, but my dad was a bit open. My mom was not open. അച്ഛൻ ഇൻട്രോവേർട്ട് ആണ്, എന്നാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ്. പക്ഷെ അങ്ങനെ ഇറ്റ് വാസ് ടിപ്പിക്കൽ കൺവെൻഷണൽ സൗത്ത് ഇന്ത്യൻ ഫാമിലി, വെരി റിജിഡ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അങ്ങനെ കുട്ടികളൊരു ലിമിറ്റിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പാടില്ല. മാക്സിമം എന്താ പീരിയഡ് ടോക്ക് മാത്രം ഉണ്ടായിട്ടുണ്ട്. അതും എന്താ അമ്മ പറഞ്ഞു തന്നതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് കളഞ്ഞു. കാരണം ബ്ലഡ് വരും, അതാണ് ഇതാണ്, അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷേ അത് കൂടുതലൊന്നും എൻ്റെ ലൈഫിലും അങ്ങനെ സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ഐ യൂസ് ടു ഗോ റീഡ് എ ലോട്ട്. ആൻഡ് ഞാനൊരു 14-15 ഇയേഴ്സ് തന്നെ മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസൺ ഒക്കെ വായിച്ചിട്ടുണ്ട്. അവരാണ് കൂടുതലും റിസർച്ച് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ബോഡി, സെക്ഷുവാലിറ്റി റിലേറ്റഡ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ. സോ ഐ വെന്റ് ത്രൂ ദ ഹോൾ ബുക്ക് അറ്റ് 15-16 itself. I didn't understand anything, but I was very curious to learn more, know more. പക്ഷേ സെക്ഷുവാലിറ്റി അല്ലേ ഞാൻ ആദ്യം ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ബ്രസ്റ്റ് ഫീഡിങ്, ലാക്ടേഷൻ, അതിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ കൂടെയാണ് സെക്ഷുവാലിറ്റിയിലോട്ട് എത്തിയത്. ഞങ്ങളുടെ സിറ്റിയിൽ കോയമ്പത്തൂരിൽ ഒരു മദർ ടു മദർ സപ്പോർട്ട് ഗ്രൂപ്പ് നോക്കി നടത്താം. അപ്പോൾ എനിക്കും ഇൻട്രാക്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് മദേഴ്സ് ഉണ്ടാവും. അവർക്കും ഒന്ന് റാൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 3-4 മദേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് കോഫിയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ബ്രസ്റ്റ് ഫീഡിങ്, ബേബി ലെഡ് വീനിങ്, ബേബി വെയറിങ്, അതുപോലെ തന്നെ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്, മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നത്, ജെൻറൽ പാരൻറ്റിങ്, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ 1 in 15 days ഈ മീറ്റപ്സ് ഇങ്ങനെ കെപ്റ്റ് ഓൺ ഹാപ്പനിങ്. അപ്പോൾ മീറ്റപ്സിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ എല്ലാവരും ഫീഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ടൊരു മദർ മീറ്റപ്പിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷീ ഫീൽസ് വെരി ഓവർവെൽംഡ് ഇൻ ദ ബിഗിനിങ്. ഇവരൊക്കെ പബ്ലിക്കായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാം. അപ്പോൾ പബ്ലിക്കായിട്ട് ഫീഡ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ ആക്ച്വലി ആ കമ്മ്യൂണിറ്റിയിൽ കൂടെയാണ് വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ മീറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാവരും ഈ ബ്രസ്റ്റ് ഫീഡിങ് റിലേറ്റഡ് ഡൗട്ട്സ് ഒക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ബിക്കോസ് ഐ സീം ടു ബി ഡൂയിങ് എ പ്രിറ്റി ഗുഡ് ജോബ്, വെരി കോൺഫിഡൻ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ്. നമ്പർ 2, ബ്രസ്റ്റ് ഫീഡിങ് സപ്പോർട്ട് ഫോർ ഇന്ത്യൻ മദേഴ്സിന് ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ പോയി എല്ലാവരും അഡ്വൈസ് ചെയ്യുമായിരുന്നു. ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചെയ്ത് നോക്ക്, ഇതിങ്ങനെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്രെയിനർ മൈൻഡ് അവിടെ ഇങ്ങനെ I was putting it to use. അപ്പോൾ people started asking a lot of questions to me. At one point I thought, let me properly study this and then answer them. Because at one point ഭയങ്കര സീരിയസ് ഇഷ്യൂസ് ഒക്കെ ലൈക്ക് ഫുള്ളി കട്ട് ചാപ്ഡ് നിപ്പിൾസോടെയൊക്കെ വരാൻ തുടങ്ങിയ ആളുകൾ. സ്വാതി മാം എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റേറ്റസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. റീസൺ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. എത്രയോ പ്രൊവൈഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ടും ബ്രസ്റ്റ് ഫീഡിങ് നിർത്താൻ പറയുക എന്നല്ലാതെ ഈ പ്രോബ്ലത്തിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം I felt that there was a need for a lactation consultant in my city. Because the only one available at that point of time, 8-9 years back, was somebody in Chennai. So people in Coimbatore, which is the next biggest city, didn't have an LC at that point of time. So annaram I wanted to explore it properly. അങ്ങനെ ഒരു കോഴ്സൊക്കെ ചെയ്ത് അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പാരലലി പ്രൈവറ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ലാക്ടേഷൻ ഫീൽഡിലോട്ട് കയറിയത്. കാരണം എന്താണെന്നറിയോ, ഇപ്പം എല്ലാവരും പറയും ആദ്യമായിട്ട് പ്രസവിച്ചതല്ലല്ലോ, ഇതിനു മുമ്പ് എത്രയോ കുട്ടികൾ വളർന്നിട്ടുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് അത്രയും വലിയൊരു കാര്യമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആദ്യമായിട്ടൊരു അമ്മയാവുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇപ്പോൾ ആ മദറാണെങ്കിലും മദറിൻലോ ആണെങ്കിലും അവർ എത്രയോ 30-40 വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ഓർമ്മയും ഒരു ധാരണയും കാണൂല. അവരും നമ്മളെപ്പോലെ തന്നെ ഫസ്റ്റ് ടൈം മദേഴ്സിനെ പോലെ കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് അവർക്കത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അവർക്ക് തന്നെ സമ്മതിക്കാൻ പറ്റില്ല ദാറ്റ് ദേ ഡോണ്ട് നോ. ആൻഡ് ഇറ്റ് ഈസ് എ വെരി സാഡ് സ്പേസ് ടു ബി ഇൻ. ആൻഡ് അതുകൊണ്ടാണ് ഐ ഫീൽ ദർ ഇസ് എ റെലവൻസ് ആൻഡ് എ നെസസിറ്റി ഫോർ ലാക്ടേഷൻ എക്സ്പെർട്സ് ഇൻ എവറി ഹോസ്പിറ്റൽ. അത് മാത്രമല്ല തന്നെ വാലിഡ് പോയിന്റ് ആണ്. അത് മാത്രമല്ല 70s 80s തൊട്ട് തന്നെ ഒരു ബോട്ടിൽ കൾച്ചർ ഉണ്ടായിരുന്നത് കൊണ്ട് എ ലോട്ട് ഓഫ് ദ പീപ്പിൾ ഇൻ ദാറ്റ് ജനറേഷൻ വുഡ് ഹാവ് ഗിവൻ ബോട്ടിൽസ് ഓൾസോ. സോ എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് ട്രബിൾ വന്നാൽ തന്നെ they would have just quickly just jumped into bottles and formula was also available.
നമ്മൾ കുറേ പേര് കുടിച്ചിട്ടുണ്ട്, ലൈക്ക് നെസ്റ്റം ആൻഡ് കുറേ സാധനങ്ങൾ ആ സമയത്ത് ലാക്ടോജൻ അതൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ അത് പിന്നെ 80s ആ TV ഒക്കെ വന്ന സമയത്ത് ഇങ്ങനെ അമുൽ ബേബിയുടെ ആഡൊക്കെ വരുമ്പം ഇതൊക്കെ കലക്കി കൊടുക്കുക അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് കാണുമായിരിക്കും. ഇപ്പോഴല്ലേ WHO പറയുന്നത് 6 months എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം 2 months ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറുക്ക് കൊടുക്കാൻ തുടങ്ങുമോ, അല്ലെങ്കിൽ കൗസ് മിൽക്ക് കലക്കി കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നായിരിക്കും, നമുക്ക് അറിയില്ലല്ലോ. സോ ലോട്ട് ഓഫ് പീപ്പിൾ, ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എൻ്റെ ക്ലയൻസിൻ്റെ മദർ ഇൻ ലോ ആ ജനറേഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവൻ ഡൺ ഇറ്റ്. ഞാൻ തന്നെ 2 മാസം ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു 4 മാസം ബ്രസ്റ്റ് ഫീഡ് ചെയ്തുള്ളൂ. സോ ഹൗ കൻ വാട്ട് ഇൻഫർമേഷൻ ഷുഡ് ഐ ഹെൽപ്പ് യു? സോ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലൊക്കെയാണ് ഡിസൈഡ് ചെയ്യുന്നത് പാല് കുറഞ്ഞു. ഇറ്റ് വുഡ് ഹവ് ബീൻ സംതിങ് എൽസ്, വേറെ എന്തെങ്കിലും പ്രോബ്ലം ആയിരുന്നായിരിക്കും, ബേബിയുടെ ലാച്ചിൻ്റെ ഇഷ്യൂ ആയിരുന്നായിരിക്കും. ഇറ്റ് വുഡൻറ്റ് ഹാവ് ഈവൻ ബീൻ എൻ ഇഷ്യൂ വിത്ത് ദ മദർ, സം പ്രോബ്ലം വിത്ത് ദ ബേബീസ് suck reflex, or a lot of babies come with birth trauma, by the way. A lot of babies have a lot of trauma after childbirth. So അത് റിസോൾവ് ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. ബർത്ത് ട്രോമ എന്ന് പറയുന്നത് എന്താണ്? സോ ബർത്ത് ട്രോമ മദറിലും ബേബിയിലും വരാം, മദറിനും ബേബിക്കും വരാം. അതെ. ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒത്തിരി ഓവർ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ ആവും. പക്ഷേ ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ, നമ്മുടെ നെർവസ് സിസ്റ്റം ഒരു കോൺസ്റ്റൻറ്റ് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡിലാണെന്നുണ്ടെങ്കിൽ ട്രോമയാണെന്നാണ് പറയുന്നത്. ട്രോമയുണ്ട്. സോ മദേഴ്സിന് കൂടുതൽ ബർത്ത് ട്രോമ വരുന്നതിൻ്റെ റീസൺ, വിച്ച് ഇസ് ഓൾസോ വൺ റീസൺ ഫോർ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ദേ വെൻറ്റ് ഇൻ ടു ദറ്റ് ഫൈറ്റ് ഫ്ലൈറ്റ് ഫ്രീസ് മോഡ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. സോ ചൈൽഡ് ബർത്ത് എക്സ്പീരിയൻസ് എനിക്ക് പ്ലെസൻറ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല, റെസ്പെക്ട്ഫുൾ ആയിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് PVO അങ്ങനെ എന്തെങ്കിലും ഒരു ലെറ്റ്സ് സേ ഒരു ഇൻ്റർവെൻഷൻ ചെയ്തു വിത്തൗട്ട് ടെല്ലിങ് മീ വാട്ട് ഇറ്റ് വാസ്, ലൈക്ക് എൻ്റെ കൺസെൻറ്റിനോ ബോഡി ഓട്ടോണമിക്കോ you are lying down naked in front of 10-15 people for the first time, right? So you are at a very vulnerable state. So you don't know what to do. You just zone out, and then you are in your fight, flight, freeze mode. You're secreting adrenaline and cortisol instead of oxytocin and endorphin. Both stress hormones. So childbirth itself should be in that very natural organic baby varan plan ചെയ്യുന്ന സമയത്ത് childbirth നടക്കുന്നു, naturally body ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നു, എൻഡോഫിൻ ഉണ്ടാക്കുന്നു, പെയിൻ മാനേജ്മെൻറ്റ് അങ്ങനെ നടക്കുന്നു. യു ആർ ടേക്കിംഗ് ഡിഫറെൻറ്റ് പൊസിഷൻസ്, യു ആർ ട്രൈങ് ഔട്ട് ദിസ്, യു ആർ ട്രൈങ് ഔട്ട് ദാറ്റ്. ലെറ്റ്സ് സേ ഐ ആം സിറ്റിംഗ് ലൈക്ക് ദിസ്, മൈ ബോഡി ഈസ് ടെല്ലിങ് മീ കുറച്ച് ഇങ്ങനെ ഇരുന്ന് നോക്ക്. അങ്ങനെയൊക്കെ ഒരു പൊസിഷനിലൊക്കെ ഒരു ഫ്രീഡം എവിടെ ഉണ്ട്? നമ്മളിങ്ങനെ കിടത്തിയേക്കുമല്ലേ, കിടന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഏത് ആനിമൽ അങ്ങനെ നമ്മൾ ബാക്ക് ബോണുള്ള ആളല്ലേ, നമുക്ക് ഗ്രാവിറ്റേറ്റഡ് പൊസിഷനിലാണല്ലോ ബർത്ത് കനാൽ താഴത്തോട്ട് നിൽക്കുന്നത്. അപ്പം പൊസിഷനിൽ നിന്നും പൊസിഷൻ പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പാർട്ട്ണർ കൂടെ ഇല്ല, അതിൻ്റെ ഒരു വെപ്രാളം, അതിൻ്റെ ഒരു വിഷമം, നമുക്ക് കൂടെ ആളുണ്ടാവണം തോന്നുന്നു, കയ്യിലൊന്ന് പിടിക്കണം തോന്നുന്നു, അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം പോയിട്ട് വരണം തോന്നുന്നു, നമുക്ക് ഓരോ കാര്യങ്ങൾ ബർത്തിൽ. എന്നാൽ അതുകൊണ്ടല്ലേ എല്ലാവരും ഇന്ന് നാച്ചുറൽ ബർത്ത് വേണം, ഇതാണ് ഓൾട്ടർനേറ്റ് ബർത്ത് എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൻ്റെ റീസൺ ദേ വുഡ് പ്രോബ്ലി ഹാഡ് എ വെരി ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ്. ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് എമർജിങ് ഔട്ട് ഓഫ് എ ബർത്ത് ലൈക്ക് എ ഗോഡസ്, then there has been a problem in the birth, I would say. I don't know, Swati, because the situation was very different for me, but I can tell you that 95% of the women don't come out of a birth process as a goddess, and അതൊരു റിയാലിറ്റി ആവാം എന്നുള്ളൊരു സാധ്യത തന്നെ എനിക്ക് ബ്ലീക്ക് ആയിട്ട് തോന്നുന്നു. Yes, because they feel very broken, they feel very wounded, they feel disrespected, and on top of everything, let's say I was ഓൺ ദ ഹോൾ എ വെരി ഹെൽത്തി വുമൺ, ഞാൻ എല്ലാം നല്ല രീതിയിൽ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് ഞാൻ നല്ല ഫുഡൊക്കെ കഴിച്ച്, എന്നിട്ടും എനിക്ക് C-section ആയല്ലോ. സോ ഒരു എമർജൻസി C-section ഒക്കെ ആകുമ്പോഴത്തേക്കും ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് സെൻസ് ഓഫ് ഫെയിലിയർ ഇൻ എ വുമൺ. അപ്പോൾ ഇതുപോലും ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ LCയുടെ അടുത്ത് വരുന്ന ബ്രസ്റ്റ് ഫീഡിങ് പ്രോബ്ലം, അപ്പോൾ ഇതും ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക്. സോ ഓൺ ദ ഹോൾ യു ആർ എ ബിഗ് ഫെയിലിയർ ആസ് എ മദർ. സോ ആ ഒരു ഗിൽറ്റും റിഗ്രറ്റും ഒരു സെൻസ് ഓഫ് ഫെയിലിയറും എല്ലാം കൂടെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലോട്ടൊക്കെ ലീഡ് ചെയ്യാറുണ്ട്. കാരണം ലാക്ടേഷൻ എക്സ്പേർട്ട് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ കൗൺസിലർ എന്ന നിലയ്ക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദി ആക്ട് ഓഫ് ഫീഡിങ് ദ ചൈൽഡ് ബട്ട് ഓൾസോ ദ മെൻ്റൽ ഹെൽത്ത്, ആൻഡ് അതിലൊരു വലിയ റോളുണ്ട്. ദാറ്റ്സ് എ ബിഗ് റോൾ. കമ്മിങ് ബാക്ക് ടു ദിസ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേറ്റർ, ഈ ഒരു റോൾ എടുക്കാനുള്ള കാരണം എന്താണ്? വാസ് ദെയർ എനിത്തിങ് വിച്ച് in your life that you felt that എനിക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യണം? ബിക്കോസ് ഹിയർ യു ആർ സ്വിമ്മിങ് അഗൈൻസ്റ്റ് ദ ടൈഡ്. പലതരത്തിലുള്ള ടാബൂസും പലതരത്തിലുള്ള സ്റ്റിഗ്മയും ബാരിയേഴ്സും ക്രോസ് ചെയ്താലേ നമുക്ക് ആ ഒരു സ്പേസിൽ ഒരു അവയർനെസ്സിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹൗ ഡിഡ് യു കം ഇൻ ടു ഇറ്റ്? വാസ് ദെയർ എനിത്തിങ് പേഴ്സണൽ ദാറ്റ് മെയ്ഡ് യു പുഷ് അഗൈൻസ്റ്റ് ദ ടൈഡ്? ഒരു 3-4 കാര്യങ്ങൾ ഒരുമിച്ച് വന്നായിരുന്നു. ഒന്ന്, ബ്രസ്റ്റ് ഫീഡിങ് എന്ന സ്പേസിൽ ഐ സ്റ്റാർട്ടഡ് സീയിങ് വിമൻ നോട്ട് ഫീലിംഗ് കോൺഫിഡൻറ്റ് അബൌട്ട് ദെംസെൽസ്, ദിയർ ബോഡീസ്. ഇൻ ദ സെൻസ് സ്വന്തം വീട്ടിൽ തന്നെ ബെഡ്റൂമിൽ നിന്നും വെളിയിൽ വന്ന് ഫീഡ് ചെയ്യാൻ പോലും മടി, ലിവിങ് റൂമിൽ നിന്ന് ഫീഡ് ചെയ്യാൻ മടി. എന്താ ചോദിച്ചാൽ എൻ്റെ ബ്രദർ ഉണ്ട്, ഫാദറിലോ ഉണ്ട്. എടാ കുഴപ്പമില്ലടാ വന്ന് ഫീഡ് ചെയ്യുന്ന വെച്ചാൽ 24 മണിക്കൂർ ഒരേ റൂമിൽ ഇരിക്കാൻ പറ്റുമോ?
ഉണ്ട് ഞാൻ അകത്ത് തന്നെ. എന്നിട്ട് 3 മാസം കഴിയുമ്പോൾ എനിക്ക് ആകെ ഫ്രസ്ട്രേഷൻ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, എവിടെയെങ്കിലും പോകണം, വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഫീഡ് ചെയ്യാനാണ്, വെളിയിൽ പോകുമ്പോൾ ഞാൻ ബോട്ടിൽ കൊടുക്കട്ടെ. എടാ വെളിയിൽ പോകുമ്പോൾ അങ്ങ് ഫീഡ് ചെയ്യടാ, ഫീഡിങ് കുർത്തിയും ഫീഡിങ് നൈറ്റിയും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, എന്നാലും ഇങ്ങനെ ധൈര്യമായിട്ട് ഫീഡ് ചെയ്യുന്ന ആരെങ്കിലും വന്ന് നോക്കില്ലേ. സോ ദാറ്റ് ഒരു ബോഡി കോൺഫിഡൻസ് ഇല്ല. ദാറ്റ്സ് ബിക്കോസ് ഓക്കെ ചെറുപ്പത്തിലേ തൊട്ട് നമുക്ക് ആ ഒരു ബ്രസ്റ്റുമായിട്ടൊരു റിലേഷൻഷിപ്പ് വളരെ അൺഹെൽത്തി ആയിരുന്നു. നമ്മളെ പലരും ഗ്രോപ്പ് ചെയ്തിട്ടുണ്ട്, അല്ല അബ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രസ്റ്റുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഒരു കുഞ്ഞിനെ ബ്രസ്റ്റിലോട്ട് എടുത്ത് അങ്ങ് കോൺഫിഡൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആൻഡ് പ്ലസ് നമ്മുടെ കുടുംബത്തിലുള്ളവരും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല, അവരെ ബ്ലെയിം ചെയ്യാൻ വരുന്നില്ല, അവർക്ക് അറിയത്തില്ലായിരിക്കും. സോ അത് ഞാൻ കണ്ടു, ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വിത്ത് റിഗാർഡ് ടു യുവർ ബോഡി, വിത്ത് റിഗാർഡ് ടു ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ അതൊരു ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ആണല്ലോ അതിൻ്റെ ഒരു റൂട്ട് കോസ്. രണ്ടാമത്, കോളേജുകളിൽ അവയർനെസ് പ്രോഗ്രാംസ് എടുക്കാൻ പോകുമ്പോൾ മെൻസ്ട്രൽ ഹെൽത്തിനെ കുറിച്ചോ എന്തെങ്കിലും പാരൻറ്റിങ്, ബ്രസ്റ്റ് എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ ആൺകുട്ടികളെ ഇരുത്തുന്നില്ല. അതും ഞങ്ങളുടെ സപ്പോർട്ട് ഗ്രൂപ്പ്, ഇപ്പം ഞാൻ പറഞ്ഞ ആ മദർ ടു മദർ സപ്പോർട്ട് ഗ്രൂപ്പില്ലേ, അതൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും 10-30,000 പേരുള്ള ഒരു പാരൻറ്റിംഗ് ഗ്രൂപ്പായിട്ട് വളർന്നു കേട്ടോ. മീൻവെൽ അതാണ് ഈ കോയമ്പത്തൂർ പാരൻറ്റിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 4-5 മദേഴ്സ് ചേർന്ന് റൺ ചെയ്യുന്ന ഒരു NGO ആണെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസിനൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളെ മാത്രമേ ഇരുത്തുന്നു. അപ്പോൾ അതും എനിക്ക് ഓഫായിട്ട്, ഇതെല്ലാവരും അറിയേണ്ട കാര്യമല്ലേ, ഇതെന്താ സെക്ഷുവാലിറ്റി ഹെൽത്ത് എന്ത് പറയാൻ പോയാലും പെൺകുട്ടികളെ മാത്രമേ ഇരുത്തുന്നുള്ളൂ. ഐ വാണ്ടഡ് മെൻ ടു ലിസൺ. അപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ആദ്യം പെർമിഷൻ തന്നൊരു കോളേജ് ഉണ്ട് അവിടെ, ഒരു കോയേഡ് കോളേജ്. നിങ്ങൾ ആൺകുട്ടികളും കൂടി ഇരുത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ 300 പെൺകുട്ടികൾ 400 ആൺകുട്ടികൾ ഇരുന്ന് കേൾക്കുക. എന്നിട്ട് ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ബ്രസ്റ്റ് മിൽക്ക് ഇസ് നോട്ട് അവൈലബിൾ, വാട്ട് ഇസ് ദ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ദറ്റ് യു ക്യാൻ ഗിവ് എ ബേബി എന്ന് ചോദിച്ചു. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ആൺകുട്ടിയാണ് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഡോണർ മിൽക്ക് കൊടുക്കാം. ദാറ്റ് വാസ്, ഐ റിയലി ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ആൺകുട്ടികളെ ഈ കോൺവെർസേഷൻസിനകത്തോട്ട് കൊണ്ടുവരാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലേ ഉള്ളൂ. അവർക്കിത് അറിയണമെന്നുണ്ട്, ഇൻവോൾവ് ആവണമെന്നുണ്ട്. അതും ഇന്ന് താങ്ക്ഫുള്ളി മെൻ ആർ വെരി വെരി ഇൻവോൾവ് ഇൻ പാരൻറ്റിങ് ഓർ എനിത്തിങ് ടു ഡു വിത്ത് ബർത്തിനൊക്കെ കൂടെ നിൽക്കാനായിട്ടാണെങ്കിൽ. എനിക്ക് തന്നെ ലാക്ടേഷന് വരുന്ന പകുതി മുക്കാൽ കോൾസും ഡാഡ്സ് ആണ് ചെയ്യുന്നത്. വൈഫ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെ എവിടെ വരണ്ടേ, എന്താ വരണ്ടേ, എത്ര നേരം ആവും. മെൻ ആർ ദ വൺ ഈവൻ മേക്കിംഗ് ദ കോൾ. സോ ദാറ്റ് ഓൾസോ സ്ട്രക്ക് മീ. അപ്പോൾ ചെറുപ്പത്തിലെ തൊട്ട് 2 പേരെ ഇൻവോൾവ് ചെയ്ത് കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോൾ അതെവിടെയാണ്, അവിടെ എന്താ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. പിന്നെ ഇപ്പോൾ മെൻസ്ട്രൽ ഹെൽത്തിനെ കുറിച്ചോ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഫീമെയിൽ അനാറ്റമി ഫീമെയിൽസിന് പോലും ഫുള്ള് അറിയില്ല. ഇപ്പോൾ അത് വജൈനയല്ല വൾവയാണെന്നുള്ള അറിയത്തില്ല, അല്ലെങ്കിൽ അവിടെ ക്ലിട്രിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടെന്ന് അറിയത്തില്ല. വജൈനയ്ക്കകത്തോട്ട് മെൻസ്ട്രൽ കപ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അകത്തോട്ട് കയറി അങ്ങ് കയറിപ്പോയി അപ്രതീക്ഷിതമാണ്. അങ്ങനെ ഒരു തോന്നലൊക്കെ ആണല്ലോ, പേടി. ഓക്കെ, വജൈനൽ കനാലിൽ കാണാതെ പോയി തൊറാസിക് കനാലിൽ വെളി വരും. എനിക്ക് ചോദിച്ചിട്ടുണ്ട്, പിന്നെ താഴെ വീണ് എന്ത് ചെയ്യും മാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ഡൗട്ട്സ്. അപ്പോൾ അതും ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. പൊള്ളാച്ചിയിൽ ഒരു റേപ്പ് കേസ് നടന്നായിരുന്നു. ഞാൻ ഈ പ്രൊഫഷനിലോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 200+ വിമനെ ഫേസ്ബുക്കിൽ കൂടെ ല്യോർ ചെയ്ത് ഒരു ഫാം ഹൗസിലോട്ട് വരുത്തിച്ച് 200+ വിമനെ റേപ്പ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഗോൾഡും പൈസയൊക്കെ തട്ടിപ്പറിച്ച് ഒരു 4-അംഗ സംഘം. ആ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പയ്യെ വീഡിയോസ് ഇടാൻ തുടങ്ങിയൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, ഇങ്ങനെ ഇതൊക്കെ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷനാണ്, നമുക്ക് പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെക്സ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഈ കുട്ടികൾ പോയി പേരൻസിൻ്റെ അടുത്ത് പറയില്ല, ഇവർ പേരൻസിൻ്റെ അടുത്ത് പറയാതെ 200 കുട്ടികളും പേഴ്സണലായിട്ട് ഇവർ വെച്ച് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കുറേ കുട്ടികൾ ആത്മഹത്യയൊക്കെ ചെയ്തായിരുന്നു. സോ അത് എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, കുട്ടികളെ അടുത്ത് ചേർത്ത് പിടിച്ച് വെക്കുക, നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്ന രീതിയിൽ ഒരു എൻവയൺമെൻറ്റ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യുക, സെക്സ് എഡ്യൂക്കേഷനൊക്കെ വീട്ടിൽ തന്നെ തുടങ്ങുക എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേര് അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ എല്ലാവരും സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇവരെ കൂടെ വിടുന്നേ. സെക്സ് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അവർ സ്വന്തം പ്രശ്നത്തിൽ പോലും ആരും പോകാറില്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറപ്പിസ്റ്റിന് എടുത്ത് വിട്ടിരിക്കുമോ? എന്നാൽ ബാക്കിയുള്ളതോ സെക്സ് അബ്യൂസ് പ്രിവെൻഷനുള്ള NGOs ആണ്. അവർ സെക്സ് അബ്യൂസ് പ്രിവെൻഷനാണ് വർക്ക് ചെയ്യുന്നത്. അവർ പോസിറ്റീവ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവരെ എവിടെ വിടുക, എന്താ ചെയ്യുക? അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ NGOയിലും പേരൻസ് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഞാനും എന്നെ പോലുള്ള ആ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന ലേഡീസിനോടാണ്. തിങ്കിങ് ആസ് ദോ വി നോ എവറിത്തിങ്. നമ്മൾ തന്നെ ഇവിടെ തത്രപ്പാട് പേടുകയാണ് നമ്മുടെ കുട്ടികളായിട്ടെന്നുള്ളത് അവർക്കറിയാം. പിന്നെ എൻ്റെ മോളുമായിട്ട് കോൺവെർസേഷൻസ്, when I was having conversations with my daughter, I was like, okay, these conversations probably I can share with everybody. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കൾമിനേറ്റ് ആയി അങ്ങനെ നോക്കിയപ്പം ഞാൻ ഓൾറെഡി ബ്രസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, വജൈന, വൾവ, യൂട്രസ്, ബർത്ത്, മെൻസ്ട്രേഷൻ എല്ലാത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ പ്രോപ്പറായിട്ട് അതിലോട്ട് അങ്ങ് ഇറങ്ങാലോ. അപ്പോൾ സീമാനന്ദിനെ വെച്ച് നോക്കുമ്പോൾ ഹൗ ഡു യു തിങ്ക് യു ആർ ഡിഫറെൻറ്റ്? സീമാനന്ദ് മോർ ഓഫ് ലൈക്ക് കാമസൂത്ര, ലൈക്ക് ഏൻഷ്യൻറ്റ് വിസ്ഡം, നമ്മുടെ ഒരു തന്ത്രിക് വിസ്ഡം, അതൊക്കെ ബേസ് ചെയ്താണ് പുള്ളിക്കാരി എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. പ്ലസ് അഡൾട്ട് സെക്ഷുവാലിറ്റി മാത്രമാണ് ഡീൽ ചെയ്യുന്നത്.
ലീസ അല്ലെങ്കിൽ ക്യൂട്രസ് അവരൊക്കെ ഒരു മെഡിക്കൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും ഒരു ബോഡിലി അവയർനെസ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. എൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പം കൂടുതൽ പേരൻറ്റിങ് ആൻഡ് സൈക്കോളജി, ആ ഒരു ഇമോഷണൽ ആംഗിൾ ഓഫ് സെക്ഷുവാലിറ്റി. ഇപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് എടുത്താൽ തന്നെ ക്ലിനിക്കൽ ആംഗിൾ ഉണ്ട്, ഇമോഷണൽ ആംഗിൾ ഉണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആംഗിൾ ഉണ്ട്, ഒരു സോഷ്യൽ ആംഗിൾ ഉണ്ട്, ഒരു ലീഗൽ ആംഗിൾ ഉണ്ട്. ഒത്തിരി ആംഗിളിൽ നമുക്ക് സെക്ഷുവാലിറ്റിയെ കാണാമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പേരൻറ്റിങ് കം സൈക്കോളജി ആംഗിളാണ് ഞാൻ സംസാരിക്കുന്നത് സെക്ഷുവാലിറ്റിയുടെ. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതി, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പലതരത്തിലുള്ള കോൺവെർസേഷൻസ് കേൾക്കുന്നുണ്ട് ഫ്രം വേൾഡ് ഓവർ, ആൻഡ് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഒരു 10 തൊട്ട് 14-15 വയസ്സുള്ള കുട്ടികൾ. ഐ ഡോണ്ട് നോ ഇഫ് ഐ എം റൈറ്റ് ഓർ റോങ്, പക്ഷേ നമ്മളുടെ ഒരു ഹോർമോൺസ് ഒരു ടർബുലൻസിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏത് ജെൻഡർ ആണെന്ന് പോലും ഒരു ക്ലാരിറ്റി ചിലപ്പം വരില്ല. ചില കുട്ടികൾക്ക്, എല്ലാവർക്കും അല്ല, ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല. ആൻഡ് അതിൽ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്, വെർ എവറിബഡി ഈസ് പുട്ട് ഇൻ ലേബിൾസ് ഓർ ബോക്സസ്. ഡു യു ഡീൽ വിത്ത് സച്ച് കേസസ് വെർ ദർ ഇസ് എ കൺഫ്യൂഷൻ? ഒരു ടീനേജിൽ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയോ അങ്ങനത്തെ ഇഷ്യൂസ്, ബിക്കോസ് പേരൻറ്റിങ് ആൻഡ് സെക്ഷുവാലിറ്റി ആണല്ലോ primary areas. So are you handling those kind of things? Don't listen to the mind, because the mind works on so many limiting beliefs. അവർ പറഞ്ഞത്, ഇവർ പറഞ്ഞത്, ഇവിടെ വായിച്ചത്, അവിടെ വായിച്ചത് ഒക്കെ ആയിരിക്കും. ബോഡിക്ക് ഒരു സത്യമേ ഉള്ളൂ. ഓക്കെ, അതിന് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടില്ല. സോ നമ്മളെങ്ങനെ ഇപ്പോൾ ഒരു വിസ്പറിൻ്റെ ഒരു ഇതിട്ട് അല്ലെങ്കിൽ ഒരു പാഡ് ഇട്ട് ഒരു പെൺകുട്ടി ചാടി ഓടി നടക്കുകയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. സോ ഞാൻ ആ ആഡിൽ കണ്ട പോലെയൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നിരിക്കും, പക്ഷേ ദാറ്റ്സ് നോട്ട് വാട്ട് മൈ ബോഡി വോണ്ട്സ് മീ ടു ഡു. ആൻഡ് ഫെമിനിൻ ഇസ് നോട്ട് വീക്ക്നെസ്. ഫെമിനിൻ ഇസ് ഡീപ്പ് നോളജ് അബൌട്ട് യുവർ സെൽഫ്. ഇറ്റ്സ് ബീങ് വെരി മൈൻഡ്ഫുൾ അബൌട്ട് ഹൂ യു ആർ, വാട്ട് യു വാണ്ട് ഇൻ ലൈഫ്, ബീങ് വെരി ക്ലിയർ, പയ്യെ സംസാരിക്കുക, അതൊക്കെ പച്ചയും വെള്ളം വെക്കാതിരിക്കുക. ഓൾ ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ബീങ് ഇൻ എനർജി.